അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങൾ ഇന്നെത്തിയിരിക്കുന്നത് പ്രശസ്തമായ രാമന്തളി മക്കാമിലാണ്. രാമന്തളി മക്കാം എന്ന് പറയുമ്പോൾ ഒരുപാട് ശുഹദാക്കൾ അന്തിയുറങ്ങുന്ന മഹത്തായ ഒരു മക്കാമാണ്. നമ്മളിവിടെ കാണുന്നത് രാമന്തളിയിലെ പള്ളിയാണ്. വളരെ ബൃഹത്തായ ഒരു പള്ളിയാണ് ഇവിടെ ഉള്ളത്. തൊട്ടടുത്ത് കാണുന്നതാണ് മക്കാമ്. അള്ളാഹുവിന്റെ ശുഹദാക്കൾ അന്തിയുറങ്ങുന്ന പോരിശേറിയ മക്കാമാണ് രാമന്തളി മക്കാം. ഒരുപാട് കറാമത്തുകൾ അനുഭവിച്ചവരായിരിക്കും കൂടുതൽ പേരും. മാസം തോറും നടക്കാറുള്ള സ്വലാത്തും സിക്റും ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. പയ്യന്നൂർ നഗരത്തിൽ നിന്നും ഏകദേശം 9 കിലോമീറ്ററിന് അടുപ്പിച്ചിട്ടുള്ള ദൂരമാണ് രാമന്തളിയിലേക്കുള്ളത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ വഴി വരുന്നവരാണെങ്കിൽ ഏകദേശം ഒരു 7.5 കിലോമീറ്റർ 8 കിലോമീറ്ററിന് അടുപ്പിച്ചിട്ടുള്ള ദൂരമായിരിക്കും മക്കാമിലേക്കുള്ളത്. നമുക്ക് ഇവിടെ അന്തിയുറങ്ങുന്ന ശുഹദാക്കളുടെ ചരിത്രം ഒന്ന് നോക്കിയാലോ. അതെ, പോർച്ചുഗീസുകാരുമായുള്ള യുദ്ധത്തിൽ രക്തസാക്ഷിത്വം വരിച്ച 17 ശുഹദാക്കൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും നിലനിൽപ്പിനു വേണ്ടി പടപൊരുതിയവരാണ് ഈ മഹാന്മാർ. ഇവിടെ കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാർ മുസ്ലിമീങ്ങളെയും പള്ളിയെയും ആക്രമിക്കുന്നത് പതിവാക്കിയപ്പോൾ യുദ്ധത്തിനിറങ്ങിയതായിരുന്നു ഇവർ. അനേകം ശത്രുക്കളെ കൊന്നൊടുക്കിയതിനു ശേഷം മുസ്ലിം യോദ്ധാക്കൾ ഷഹീദാവുകയായിരുന്നു. പള്ളിമുറ്റത്തെ കിണറ്റിൽ നിന്ന് വെട്ടിനുറുക്കപ്പെട്ട നിലയിലായിരുന്നു ശുഹദാക്കളുടെ തിരുശരീരങ്ങൾ പിന്നീട് കണ്ടെടുത്തത്. പടനായകനായ ഹസ്രത്ത് പോക്കർ മൂപ്പർ റളിയല്ലാഹു അൻഹു നടുവിലും മറ്റുള്ളവർ പാർശ്വങ്ങളിലുമായാണ് ഖബറുകൾ സ്ഥിതി ചെയ്യുന്നത്. AD 16-ാം നൂറ്റാണ്ടിലാണ് യുദ്ധം നടന്നത്. ബഹുമാനപ്പെട്ട ശുഹദാക്കളുടെ പേരുകൾ ഹസ്രത്ത് പോക്കർ മൂപ്പർ, പരി, ഖലന്ദർ, ബാക്കിരി, ഹസൻ പരി, കുഞ്ഞിപ്പരി, ചെറിക്കാക്ക, അബൂബക്കർ, കമ്പർ, അഹ്മദ് റളിയല്ലാഹു അൻഹുമ. മറ്റ് 7 ശുഹദാക്കളുടെ പേരുകൾ അറിയപ്പെടുന്നില്ല. ഇവിടെ തൊട്ടടുത്തായി ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെ മക്ബറയും നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് പള്ളിയിൽ നിന്നും പള്ളിയുടെ മുൻവശത്തു കൂടി അപ്പുറത്തേക്ക് ഒരു വഴിയാണ്. അവിടെയാണ് ബഹുമാനപ്പെട്ട